അപ്പോൾ നമ്മുടെ പൊരിച്ച പത്തിരിയുടെ കൂടെ വിളമ്പിയ ഈ ഒരു ബീഫ് ഫ്രൈയുടെ റെസിപ്പി നോക്കിയാലോ. വലിയ ഉള്ളി, ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി ഇത്രയും അളവിലെടുത്തിട്ട് അതിൻ്റെ കൂടെ തന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, വലിയ ജീരകം, ചെറിയ ജീരകം, കുരുമുളക് പൊടി ഇതെല്ലാം എടുത്തിട്ട് എല്ലാം കൂടെ അരച്ച് നല്ല പീസാക്കി എടുത്തിട്ട് വരണം കേട്ടോ. നമ്മൾ നേരത്തെ കാണിച്ച ഉള്ളിയും മസാലകളെല്ലാം. പിന്നെ കുക്കർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഉലുവ, ചെറിയ ജീരകം പൊട്ടിച്ചു കൊടുത്ത ശേഷം മസാല അതിലോട്ട് തട്ടി കൊടുക്കുന്നുണ്ട്. ഒന്ന് വഴറ്റിയെടുത്ത ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി ഏകദേശം 1 കിലോൻ്റെ മുകളിലുണ്ട് കേട്ടോ ബീഫ് ഇട്ട് കൊടുത്ത് കുറച്ച് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തിട്ട് കുക്കറിൽ ഒരു 3-4 വിസിൽ അങ്ങോട്ട് അടുപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ബീഫല്ലേ കുറച്ചധികം വെന്തോട്ടേ നെയ്യ്. അപ്പോൾ ഇതാ നമ്മളുടെ നെയ്യൊക്കെ ഇങ്ങനെ മുകളിലോട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട് അല്ലേ. ഇനിയിപ്പോൾ ഇത് നമുക്ക് വറ്റിച്ച് അങ്ങ് എടുക്കുക. നല്ല കറുപ്പ് കളറാവുന്നത് വരെ അങ്ങ് വറ്റിച്ചെടുത്ത് കഴിഞ്ഞാൽ സംഭവം കിടുവായിട്ടുണ്ടാവും. ഇടയ്ക്ക് നല്ല തേങ്ങാക്കൊത്തും കറിവേപ്പിലയും അതേപോലെ പച്ചമുളകൊക്കെ ഇട്ടാലുണ്ടല്ലോ, എന്താലേ. പിന്നെ കുറച്ച് നാരങ്ങയുടെ നീരും കൂടെ ഒഴിച്ചെടുത്തിട്ടുണ്ട്. നല്ലപോലെ അങ്ങ് വറ്റിച്ചെടുത്തത് ഇതുപോലെ അങ്ങ് ആക്കുക. ഇതിലും കൂടുതലാക്കാം കേട്ടോ. ക്ഷമയില്ലാത്തതുകൊണ്ട് ഇത്രയും അങ്ങ് നിർത്തിപ്പോന്നു. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും ഇവർ തമ്മിലുള്ള ആ ഒരു കോംബോ അത് വേറെ ലെവലല്ലേ. അപ്പോൾ പിന്നെ വേഗം പൊറോട്ട ഓർഡറാക്കി ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് കഴിച്ചു. അപ്പോൾ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടമായിച്ചാൽ ലൈക്ക് ചെയ്യുക, ഷെയർ നോക്കണ്ട അതിൻ്റെ റെസിപ്പി ഞാൻ ഇടാം. അപ്പോൾ അത്രയുള്ളൂ. ബായ്.